ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 12, പേജ് നമ്പർ 491. മോഘശാമോഘകർമാണോ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. പദാനുപദം. മൂഢാഃ മൂഢന്മാർ. മോഘാശ നിഷ്ഫലമായ ആശയുള്ളവരായി. മോഘകർമാണഃ നിഷ്ഫല കർമാക്കളായി. മോഘജ്ഞാനാഃ നിഷ്ഫലജ്ഞാനന്മാരായി. വിചേതസഃ സംഭ്രമം പൂണ്ട മനസ്സുള്ളവരായി. രാക്ഷസീം രാക്ഷസികവും ആസുരീം ആസുരികവും മോഹിനീം ഏവ ച മോഹിപ്പിക്കുന്നതായും തന്നെയുള്ള പ്രകൃതിം പ്രകൃതിയെ ശ്രിതാഃ ആശ്രയിച്ചവരാകുന്നു. വിവർത്തനം. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായി പോവും. ഭാവാർത്ഥം. കൃഷ്ണാവബോധം നേടി ഭക്തിഭരിതമായ സേവനത്തിലേർപ്പെട്ടവരെന്ന് ഭാവിക്കുന്ന പലർക്കും കൃഷ്ണനെ പരമസത്യമെന്ന് ഉള്ളുകൊണ്ടംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തിപൂർവമുള്ള സേവനത്തിൻ്റെ പക്വഫലം, ഭഗവത് സാന്നിധ്യം അവർക്കൊരിക്കലും ആസ്വദിക്കാനാവില്ല. ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒടുവിൽ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനാശിക്കുകയും ചെയ്യുന്നവർക്കും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ അവഗണിക്കുകയാൽ തോൽവിക്കേ വഴിയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണനെ നിന്ദിക്കുന്നവർ നിരീശ്വരരോ ആസുര സ്വഭാവികളോ ആണ്. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആസുരവൃത്തികളായ ദുഷ്കൃതികൾ ഒരിക്കലും കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യാറില്ല. അതുകൊണ്ട് പരമസത്യത്തെക്കുറിച്ചുള്ള മാനസിക ഗവേഷണമെന്തും അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു സാധാരണ ജീവനും
കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ലെന്ന മിഥ്യാവബോധത്തിലാണ്. അങ്ങനെ വ്യാമോഹിതരായ അവർ വിചാരിക്കുന്നു, മനുഷ്യ ശരീരം ഭൗതിക പ്രകൃതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഈ ഭൗതിക ദേഹത്തിൽ നിന്നും മുക്തനായാൽ പിന്നെ താനും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നും. കൃഷ്ണനുമായി ഈ വിധത്തിൽ ഐക്യം പ്രാപിക്കാമെന്ന് തെറ്റിദ്ധരിച്ചു ചെയ്യുന്ന ശ്രമം വ്യാമോഹത്തിൽ തന്നെ അവസാനിക്കാനേ ഇടയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം. അത്തരക്കാർക്ക് വേദാന്ത സൂത്രമോ ഉപനിഷത്തുക്കളോ പോലെയുള്ള വൈദിക ഗ്രന്ഥങ്ങളുടെ പരിശീലനത്തിൽ പരാജയമേ ഉണ്ടാവൂ. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതുന്നത് തികച്ചും അപരാധമാണ്. കൃഷ്ണൻ്റെ സനാതന സ്വരൂപത്തെപ്പറ്റി അറിയാനാവാതെ വ്യാമോഹത്തിൽപ്പെട്ടവരാണങ്ങനെ ചെയ്യുന്നത്. ബൃഹദ് വിഷ്ണു സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു, യോ വേത്തി ഭൗതികം ദേഹം കൃഷ്ണസ്യ പരാത്മനഃ സ സർവസ്മാത് ബഹിഷ്കാര്യഃ സ്രൗതസ്മാർത്ഥവിധാനതഃ മുഖം തസ്യാവലോക്യാപി സചേലം സ്നാനമാചരേത്. കൃഷ്ണൻ്റെ ശരീരം ഭൗതികമാണെന്ന് കരുതുന്നവരെ എല്ലാത്തരം സ്രൗതസ്മാർത്ഥാനുഷ്ഠാനങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കണം. അവരുടെ മുഖത്തു നോക്കാനിടയായാൽ ഉടനെ തന്നെ ദോഷവിമുക്തിക്കായി ഗംഗയിൽ സ്നാനം ചെയ്യുകയും വേണം. ഭഗവാനിൽ അസൂയയുള്ളവരാണദ്ദേഹത്തെ അപഹസിക്കുക. നാസ്തികരുടെയും അസുരവൃത്തികളുടെയും കുലത്തിൽ വീണ്ടും വീണ്ടും ജന്മമെടുക്കാൻ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരുടെ സത്യജ്ഞാനം എന്നെന്നും മോഹാവൃതമായിരിക്കും. ക്രമേണ അവർ സൃഷ്ടിയുടെ ഏറ്റവും ഇരുളടഞ്ഞ തലങ്ങളിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും. ഹരേ കൃഷ്ണ.